പോലീസ് ഉന്നതതല യോഗം വിളിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശനിയാഴ്ചയാണ് യോഗം. ക്രമസമാധാന പാലനം, ലഹരി സംഘങ്ങളുടെ പിടികൂടൽ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാന അജണ്ടയാണ്. ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായി മുൻ DGP എ ഹേമേന്ദ്രനെ നിയമിക്കുകയും ചെയ്തു. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇന്നിപ്പോൾ ഈ പെരിയ കേസിലെ പ്രതികളുടെ പരോൾ അത് ഒന്ന് ഞെട്ടിച്ച് കാണും പക്ഷേ ആഭ്യന്തര വകുപ്പിന് ആദ്യം തന്നെ. ഇതിന് മുൻപുള്ള തീരുമാനമാണ് എങ്കിൽ പോലും അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു റിവ്യൂ വേണമെന്ന ആവശ്യം കാസർഗോഡ് DCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തിരുത്താൻ നിരവധി കാര്യങ്ങളുണ്ട്. ജയിൽ ഉപദേശക സമിതിയൊക്കെ നമുക്കറിയാം CPM നേതാക്കളുടെ കയ്യിലാണ്. നിരവധി പ്രതികൾക്ക്, TP കേസ് പ്രതികൾക്കൊക്കെ അനധികൃതമായി ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പലപ്പോഴും പുറത്തു വന്നിരുന്നു. അങ്ങനെ പിടിപ്പത് പണിയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം പോലീസ് സേനയിൽ അടിമുടി മാറ്റം തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ പോലീസിൻ്റെ നയം, പോലീസിൻ്റെ രീതി, ഇതിനൊക്കെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. പോലീസിനെ വിമർശിച്ച് പ്രതിപക്ഷം തന്നെ നിരവധി സമരങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പലപ്പോഴും ഈ പ്രമാദമായ കേസുകളിലെ പ്രതികൾ, അത് രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്കടക്കം പരോൾ അനുവദിക്കുന്നത്, കൂട്ടത്തോടെ പരോൾ അനുവദിക്കുക, ആ തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ വിമർശനത്തിന് വിധേയമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് പെരിയ കേസിൽ, ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ കൂട്ടത്തോടെ പരോൾ വിട്ടുകൊണ്ടുള്ള തീരുമാനമുണ്ടായത്. അതായത് ഈ LDF സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് വളരെ തിടുക്കത്തിൽ അതിൻ്റെ ഫയലുകൾ നീക്കി എന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശരത് ലാലിൻ്റെ പിതാവ് ഇപ്പോൾ സർക്കാരിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടിയൊക്കെ നമ്മളിപ്പോഴത്തെ ഉന്നതതല യോഗവുമായി ചേർത്ത് കാണണം. കാരണം പോലീസിൻ്റെ നയത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നത് ഉറപ്പാണ്. നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. ഈ ശനിയാഴ്ചയാണ് പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേരുക. പോലീസിൻ്റെ നയം എന്താകണം എന്നത് സംബന്ധിച്ച് പുതിയ ആഭ്യന്തരമന്ത്രി കൃത്യമായ സന്ദേശം സേനയ്ക്ക് നൽകും എന്നത് ഉറപ്പാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് കണ്ടിരുന്നു. ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി അത് വളരെ പെട്ടെന്ന് തന്നെ നിർത്തിവെക്കണമെന്ന നിർദ്ദേശം രമേശ് ചെന്നിത്തല നൽകിയിരുന്നു. ആ തരത്തിൽ ഈ ജനകീയ വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കണം പോലീസ് ഇടപെടേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാകും, മാർഗനിർദ്ദേശം നൽകും എന്ന കാര്യം വ്യക്തമാണ്. മറ്റൊന്ന്, ഈ ലഹരി സംഘങ്ങളെ പിടികൂടുക എന്നതാണ്. വലിയ തോതിലാണ് MDMA-യുടെയൊക്കെ വ്യാപനം സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. ഇത് അമർച്ച ചെയ്യുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഏറ്റവും വലിയൊരു ടാസ്കായി അത് നിൽക്കുന്നുണ്ട്. പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന, അവരുടെ ഭാവി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ലഹരി വ്യാപനം വലിയ തോതിൽ സംസ്ഥാനത്ത് ഉണ്ട്. അത് ഇല്ലാതാക്കുക എന്ന ഒരു വെല്ലുവിളി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പോലീസ് ഉപദേഷ്ടാവിൻ്റെ പുതിയ നിയമനം. നേരത്തെ രമേശ് ശ്രീവാസ്തവയായിരുന്നു. അദ്ദേഹത്തിന് പകരം മുൻ DGP എ ഹേമേന്ദ്രനെ പോലീസ് ഉപദേഷ്ടാവാക്കി നിയമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എ ഹേമേന്ദ്രൻ എല്ലാ കാലവും കോൺഗ്രസ് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർവീസിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് ഹേമേന്ദ്രൻ. ഒരു അഴിമതിരഹിത പ്രതിച്ഛായുള്ള വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അത് LDF സർക്കാരിൻ്റെ ഒരു അനിഷ്ടം തന്നെയായിരുന്നു അതിന് കാരണമായെന്ന വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഹേമേന്ദ്രനും അങ്ങനെ ഒരു നിയമനത്തിലേക്ക് വരികയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ ഈ വട്ടിപ്പലിശയ്ക്കൊക്കെ പണം കൊടുക്കുന്ന ആളുകളെ അമർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ അക്രമങ്ങൾ ഒഴിവാക്കുന്നതിന് ഓപ്പറേഷൻ കുബേര പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ ഒരു തുടർച്ച സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ ആളുകൾ വെച്ച് പുലർത്തുന്നത്. രഞ്ജിത്ത്, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.